ഏറ്റവും പ്രിയയായ പ്രിൻസിപ്പൽ ദീപ്തി മാഡം, അതുപോലെ സിസ്റ്റർ സുജി, മറ്റ് LP അച്ഛൻ, മറ്റ് പ്രിയമുള്ള അധ്യാപകർ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, നമ്മുടെ പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് സ്കൂൾ, LP ഹൈസ്കൂൾ, അതുപോലെ ഹയർ സെക്കൻഡറി എല്ലാം ചേർന്ന് വരുമ്പോൾ ഈ നാടിന്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇത് ജൂബിലി നിറവിലേക്ക് നീങ്ങുമ്പോൾ ഈ നാടിന്റെ സന്തോഷവും ആഹ്ലാദവും അഭിമാനവും വിളംബരം ചെയ്യുന്ന ഒരു വിളംബര ജാഥയാണ് നമ്മൾ ഇന്ന് ഇവിടുന്ന് പുറപ്പെടുന്നത്. നിരവധി തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന് ഈ നാട്ടിൽ നിന്നുള്ള ധാരാളം വിദ്യാർത്ഥികളെ തലമുറകൾ കൈമാറി ഉന്നതങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയ ഈ സ്ഥാപനം ഈ നാടിനെ സംബന്ധിച്ച് അഭിമാനമാണ്. തീർച്ചയായിട്ടും ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഈ നാടിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഈ മിലോറ 2K25 ഈ സ്കൂളിന്റെ ജൂബിലി വിളംബര ജാഥ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഔപചാരികമായി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതായി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സ്കൂളിലെ ജൂബിലി വിളംബര ജാഥ ഉദ്ഘാടനം നടത്താനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും ബഹുമാനനായ നമ്മളുടെ സ്വന്തം MLA ഡോക്ടർ മാത്യു കൊള്ളിനാടന്റെ നല്ല വാക്കുകൾക്ക് നിറസാന്നിധ്യത്തിനും ഞങ്ങൾ അധ്യാപകരുടെയും എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു.
സെന്റ് ജോസഫ്സിനോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് കരുതലിന് ഒരുപാട് നന്ദി. സാംസ്കാരിക മേഖലകളിൽ പൈങ്ങോട്ടൂർ എന്ന കൊച്ചു ഗ്രാമത്തിന്റെ പേരും പെരുമയും വാനോളം ഉയർത്തി 75 വർഷങ്ങളായി ഇവിടെ തലയുയർത്തി നിൽക്കുന്ന സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിന്റെ ജൂബിലി ആഘോഷങ്ങളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ജീവിത രീതിയിൽ നിറദീപമായ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇന്ന് 75 വയസ്സ്. കാലഘട്ടത്തിന്റെ കാഹളധ്വനിക്ക് കാതോർത്ത അനേകർക്ക് വിദ്യാഭ്യാസത്തിലൂടെ പുതുജന്മം നൽകിയ പൈങ്ങോട്ടൂരിന്റെ തിലകക്കുറി, അക്ഷരശലഭങ്ങൾ ചിറകുവിടർത്തുന്ന വിദ്യാലയം, ഈ നാടിനെ പുതിയ ആകാശം സ്വപ്നം കാണാൻ പഠിപ്പിച്ച സ്ഥാപനം ഇന്ന് ജൂബിലി നിറവിലാണ്. ഈ സുന്ദര സുദിനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി സ്കൂൾ 75 വർഷത്തിന്റെ നിറവിലും തികവിലും നിൽക്കുമ്പോൾ ജോസഫൈൻസ് ഒരു മനമോടെ ഈ ആഘോഷ നിറവിൽ 75 ബലൂൺ ആകാശ നീലിമയിലേക്ക് ഉയർത്തുകയാണ്. Let's give them a round of applause. നമ്മുടെ ബഹുമാനപ്പെട്ട കോതമംഗലം MLA ശ്രീ ആന്റണി ജോൺ നമ്മുടെ 75 വർഷങ്ങൾ തികയുന്ന ഈ സുന്ദര നിമിഷത്തിൽ ബലൂൺ ആകാശത്തേക്ക് പറത്തിക്കൊണ്ട് 75 വർണ്ണ ബലൂണുകൾ നമ്മുടെ ഈ ആകാശത്തെ പുളകിതമാക്കുകയാണ്. നമ്മുടെ എല്ലാ മക്കളും ബലൂൺ ആകാശത്തേക്ക് വിട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ സുവർണ്ണ ജൂബിലി അതിന്റെ ഏറ്റവും നിറവാർന്ന സന്തോഷത്തിന്റെ ഈ മുഹൂർത്തത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വർണ്ണ കാഴ്ചയിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ആനന്ദമണിയുന്ന ഈ കാഴ്ചയിലേക്ക് പൈങ്ങോട്ടൂരിന്റെ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ നിങ്ങളെ ആകർഷിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അതിന്റെ തുടർച്ചയിലാണ് നമ്മൾ ഈ സമാപന സമ്മേളനത്തിലൂടെ ചേരുന്നത്. 25 ബലൂണുകളിലെ നമ്മൾ ആകാശത്തേക്ക് പറത്തി വിട്ടുകൊണ്ടാണ് ഈ ജൂബിലിയുടെ ഒരു സന്ദേശം വിളിച്ചറിയിക്കുന്നത്. പൈങ്ങോട്ടിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ 75 വർഷക്കാലം മുമ്പുള്ള ഒരു പൈങ്ങോട്ടൂർ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. ഏറെ ബുദ്ധിമുട്ടും പ്രതിസന്ധികളും ഒക്കെ നേരിട്ടിരുന്ന ആ ഒരു കാലത്താണ് ഇവിടെ ഇങ്ങനെ ഒരു വിദ്യാലയം UP സ്കൂൾ ആരംഭിക്കുകയും പിന്നീട് ഇപ്പോൾ ഹയർ സെക്കൻഡറി അടക്കം ഏതാണ്ട് 1700 കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം എന്നുള്ള നിലയിലേക്ക് നമ്മൾ സ്കൂൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ 75 വർഷം മുമ്പുള്ള പൈങ്ങോട്ടൂരിനെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ നാട് കൈവരിച്ച്
ഇത്രയും സമയം നമ്മോടൊപ്പമായിരുന്ന ഈ വിളംബര ജാഥയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് നമുക്ക് ആശംസകൾ നേർന്ന ഈ സ്കൂളിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നല്ല നിർദ്ദേശങ്ങൾ നൽകിയ കോതമംഗലം MLA ശ്രീ ആന്റണി ജോണിനും ഞങ്ങളുടെ സഭയിൽ നിന്നുള്ള ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ വിളംബര ജാഥ ഇത്രയും മനോഹരമാക്കാൻ വേണ്ടി ഏറെ ത്യാഗങ്ങളെ കൊടുത്ത പ്രിയ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നല്ലവരായ നാട്ടുകാർക്കും PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും അതുപോലെ തന്നെ PTA പ്രസിഡന്റിനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.